ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? നമുക്കറിയാം, മഹാരാഷ്ട്രയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണിയ അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത് 1-2 വോട്ടല്ല, 5-10 ലക്ഷം വോട്ടുകൾ മാറി അധികം ഉണ്ടാവുക. അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ വോട്ടിംഗ് യന്ത്രം സംബന്ധിച്ച് പണ്ടേ തന്നെ പരാതികളുണ്ട്. ഈ വോട്ട് ഇത് സംബന്ധിച്ച് പരാതികളുണ്ട്, അതിന്റെ പ്രവർത്തനം സംബന്ധിച്ചും അതിൽ കൂടുതൽ വോട്ടുകൾ കയറ്റം സംബന്ധിച്ചുമുണ്ട്. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ വലിയ തോതിൽ അപകടകരമായ രൂപത്തിൽ മാറ്റി ആളുകളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ്. ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റ്, ബീഹാറിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുക, ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തതിനേക്കാൾ 65 ലക്ഷം വോട്ട് കുറവാണ് ഇപ്പോൾ എന്നാണ്. ഒരു കാരണവശാലും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അങ്ങനെ സംഭവിക്കില്ല. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒരു കണക്ക് വരുന്നുണ്ട്, കുറെ വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. അത് ചില വോട്ടേഴ്സ് ലിസ്റ്റിൽ തകരാറ് കൊണ്ടാവാതെ തിരുത്തട്ടെ. പക്ഷെ അവിടെ അങ്ങനെയല്ല, 65 ലക്ഷം വോട്ടാണ് കുറഞ്ഞത്. നോക്കി വന്നപ്പോഴാണ് ചിലരുടെ വോട്ടൊക്കെ ആളുകൾ കട്ട് ചെയ്യണം. വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുമ്പോൾ നമുക്ക് പരാതി കൊടുക്കാം, ഇന്ന ആൾ മരിച്ചുപോയി പരാതി കൊടുത്താൽ, ഇന്ന ആൾ സ്ഥലത്തില്ല അത് പരാതി കൊടുത്താൽ വോട്ട് വെട്ടും. പിന്നെ അയാൾ തന്നെ പോയി തെളിവ് കൊടുത്ത് ഞാനിങ്ങനെ ഉണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ കാർഡൊക്കെ കാണിച്ച് ചെയ്താലാണ് കിട്ടുക. അത് 1-2 വോട്ടൊക്കെ ഒരു ബൂത്തിൽ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇതങ്ങനെയല്ല. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് ഏത് തരം വോട്ടാണ് ഇല്ലാതായത് എന്ന് അന്വേഷിച്ചത്. അങ്ങനെ വന്നപ്പോൾ പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ഒരു കാലത്തും ബി.ജെ.പിക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള വോട്ടുകളാണ് കട്ട് ചെയ്ത് പോയിട്ടുള്ളത്. അത് പരാതിയായി ഉന്നയിച്ചു, പാർലമെന്റിൽ ഉന്നയിച്ചു, മറുപടി പറഞ്ഞില്ല. അതങ്ങനെയൊന്നുമില്ല എന്നങ്ങ് വെറുതെ പറയാണ്. എങ്ങനെയാണ് 65 ലക്ഷം വോട്ട് കുറഞ്ഞത് എന്ന വളരെ ലളിതമായ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തു. സുപ്രീം കോടതി ചോദിച്ചു, എങ്ങനെയാണ് വോട്ട് കുറഞ്ഞത്? ഇവിടെ ആളൊക്കെ മരിച്ചുപോയോ, അല്ലെങ്കിൽ ആളൊക്കെ നാട് വിട്ടുപോയോ, എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്ന് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുക. ഇത് വളരെ ഗുരുതരമായ ഒരു അട്ടിമറിയാണ്. ഏത് വിധേനയും ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരം കൈയാളുക എന്നത് ഫാസിസത്തിന്റെ ഒരു മുഖമുദ്രയാണ്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ജൂതന്മാരടക്കമുള്ള കുറെ ആളുകളുടെ വോട്ടങ്ങില്ലാതെ. എന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റ് മാത്രമേ വോട്ടർ ലിസ്റ്റിൽ. ഇപ്പൊ ഹിറ്റ്ലർക്ക് 99.75% വോട്ട് ഹിറ്റ്ലർക്ക് കിട്ടി. അന്ന് ചാർലി ചാപ്ലിനാണെന്ന് തോന്നുന്നു ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്, തെരുവിൽ കാണുന്ന ആളുകളെല്ലാം തന്നെ ഈ 0.25 വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. ഞാൻ സംസാരിച്ച ആളുകൾ മുഴുവൻ ഈ ഹിറ്റ്ലർ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ്. അതെന്തോ എങ്ങനെയാ സംഭവിച്ചേ? സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുടെ ഒന്നും വോട്ടില്ല. ഇത് ഒരു കാലത്തും ഒരു ജനാധിപത്യത്തിൽ അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഇന്ന് ഇത്രയൊക്കെ ടെക്നോളജി ഉണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്ര വ്യാപകമായ വ്യക്ത് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് തോന്നണ്ടേ? രാഷ്ട്രീയ കക്ഷികൾക്ക് തോന്നണ്ടേ? അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് തോന്നണ്ടേ? അതൊന്നുമില്ല. അതിന് മറുപടി പറയാൻ പോലും തയ്യാറല്ല ഭരണകക്ഷി. അവസാനത്തെ ആശ്രയം എന്നുള്ള നിലയ്ക്കാണ് സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത്. അപ്പൊ സുപ്രീം കോടതി തീർച്ചയായും ഇത് അനുവദിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാ മനുഷ്യർക്കും, പ്രായപൂർത്തിയായ മുഴുവൻ പേർക്കും തങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ അവസരം കൊടുക്കുക എന്നത് ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ കടമയാണ്. കാരണം ജനാധിപത്യത്തിന്റെ അടിക്കൽ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. സ്വന്തം ഭരണകർത്താവിനെ തെരഞ്ഞെടുക്കാൻ, സ്വന്തം രാഷ്ട്രീയം അനുസരിച്ച് വോട്ട് ചെയ്യാൻ ഒരു പൗരന് അവകാശമില്ല എങ്കിൽ അതാണ് ഫാസിസത്തിന്റെ 14 ലക്ഷണങ്ങളായി പണ്ടൊരു വിദഗ്ധൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ത്യയിൽ അവശേഷിച്ച 2 ലക്ഷണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് സൈന്യത്തിന്, രാജ്യത്തിന് മേൽ, രാഷ്ട്രീയ നേതൃത്വത്തിന് മേൽ അധികാരം വരിക. രണ്ടാമത് തെരഞ്ഞെടുപ്പ് സമയാസമയങ്ങളിൽ നടക്കുക. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയാസമയങ്ങളിൽ നടന്നുകൊണ്ട് കാര്യമില്ല, ന്യായയുക്തമായി നടക്കണം. പല ഏകാധിപത്യ രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ബാക്കിയുള്ളവർ അവർ ചെയ്യും. ആ രീതിയിലേക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ മാറ്റുക എന്നത് വളരെ അപകടകരമാണ്. ഒരു 300 സീറ്റുള്ള ഒരു സ്ഥലത്ത് 65 ലക്ഷം വോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ എത്ര വോട്ട് വെച്ച് ഓരോ മണ്ഡലത്തിലും കുറയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഏതാണ്ട് 20,000 വോട്ട് വെച്ച് ഒരു മണ്ഡലത്തിൽ കുറയും. 20,000 വോട്ട് എന്ന് പറയുന്നത് മിക്കവാറും മണ്ഡലങ്ങളിലെ ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്നതാണ്. എതിരാളിയുടെ 20,000 വോട്ട് ഇല്ലാതായാൽ തീർച്ചയായും അത് ഏത് പാർട്ടിക്കും ഗുണകരമാണ്. ഇത് സുപ്രീം കോടതി ഇടപെടും എന്ന് കരുതുന്നു. സുപ്രീം കോടതി ഇടപെട്ട് ഇതിലെ തെറ്റ് തിരുത്തണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അത് വളരെ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്.